ക്രിക്കറ്റ് ലോകം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ICC T20 ലോകകപ്പിൽ അയൽക്കാരായ ബംഗ്ലാദേശ് ഉണ്ടാകുമോ? അതോ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെ പേരിൽ അവർ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമോ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇടനാഴികളിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യമാണിത്. ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC തള്ളിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതോടെ ബംഗ്ലാദേശിന്റെ പങ്കാളിത്തം ത്രിശങ്കുവിലായി. ടൂർണമെന്റിൽ നിന്ന് ബംഗ്ലാദേശ് പിന്മാറിയാൽ പകരം സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ICC ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ബംഗ്ലാദേശ് പിന്മാറിയാൽ എന്ത് സംഭവിക്കും? മുൻകാല ചരിത്രങ്ങൾ എന്ത് പറയുന്നു? വിശദമായി പരിശോധിക്കാം. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ബംഗ്ലാദേശ് തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കൽക്കത്തയിലും മുംബൈയിലും നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയായ ശ്രീലങ്കയിൽ നടത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ടൂർണമെന്റ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു മാറ്റം അപ്രായോഗികമാണെന്ന് ICC വ്യക്തമാക്കി. ഇമെയിലിലൂടെ നൽകിയ മറുപടിയിൽ ICC നിലപാട് വ്യക്തമാക്കി. ലോകകപ്പിന്റെ ഷെഡ്യൂൾ മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. ടിക്കറ്റ് വിൽപ്പന, സുരക്ഷാ ക്രമീകരണങ്ങൾ, ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ വേദിമാറ്റം സാധ്യമല്ല. ഇന്ത്യയിൽ കളിക്കാർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. ഈ മറുപടിയോടെ പന്തിപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ കോർട്ടിലാണ്. ഒന്നുകിൽ സുരക്ഷാ ഭീഷണി വകവയ്ക്കാതെ ഇന്ത്യയിൽ കളിക്കുക, അല്ലെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുക. ഇതിലേത് വഴി അവർ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകകപ്പിന്റെ ഭാവി. ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഒരു ടീമിനെ കുറച്ചുകൊണ്ട് ലോകകപ്പ് നടത്താൻ ICC തയ്യാറാകില്ല. പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തി ഷെഡ്യൂൾ അതേപടി നിലനിർത്താനാണ് സാധ്യത. ഇവിടെയാണ് സ്കോട്ട്ലാൻഡിന്റെ സാധ്യത തെളിയുന്നത്. നിലവിലെ ICC T20 റാങ്കിൽ യോഗ്യത നേടാതെ പോയ ടീമുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്കോട്ട്ലാൻഡാണ്. യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും തലനാരിഴയ്ക്ക് ലോകകപ്പ് യോഗ്യത നഷ്ടമായവരാണവർ. ബംഗ്ലാദേശ് പിന്മാറിയാൽ ഏറ്റവും യോഗ്യരായ പകരക്കാർ എന്ന നിലയിൽ സ്കോട്ട്ലാൻഡിന് നറുക്കുവീഴും. അവർക്ക് അന്താരാഷ്ട്ര T20 പരിചയ സമ്പത്തും മികച്ച താരനിരയുമുണ്ട്. ചരിത്രം ആവർത്തിക്കുന്നു, ഇത് ആദ്യമല്ല. സുരക്ഷാ കാരണങ്ങളാലും രാഷ്ട്രീയ കാരണങ്ങളാലും ടീമുകൾ ICC ടൂർണമെന്റുകളിൽ നിന്ന് പിന്മാറുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ സമാനമായ നിരവധി സംഭവങ്ങൾ കാണാം. 2009 T20 ലോകകപ്പ്. ഇംഗ്ലണ്ടിൽ നടന്ന 2009 T20 ലോകകപ്പിൽ നിന്ന് സിംബാബ്വെ പിന്മാറിയിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലപാടുകളുമായിരുന്നു അന്ന് വില്ലനായത്. റോബർട്ട് മുഗാബെയുടെ ഭരണകൂടവുമായുള്ള പ്രശ്നങ്ങൾ കാരണം സിംബാബ്വെ കളിക്കാർക്ക് വിസ നൽകില്ലെന്ന് UK സർക്കാർ അറിയിച്ചു.